മലപ്പുറം കത്തി അമ്പും മില്ലും കഴിഞ്ഞിട്ട് മേടിച്ചെന്ന് നോക്കട്ടെ. എനിക്ക് വേണ്ടി മേടിച്ചതാണ്, വേണമെങ്കിൽ സ്വന്തമായിട്ട് മേടിക്കണമായിരുന്നു. രണ്ടിനകത്തും വല്ലതും വന്ന് മേടിക്കാൻ നോക്കാൻ പോയതാ. നീ ഒറ്റയ്ക്ക് 250 ലെവലെത്തിയിട്ട് ഞാൻ ഇത് ഇവിടെ നിന്നുണ്ടാക്കാനേ. ആരെങ്കിലും പറഞ്ഞു വിളിക്കാൻ, വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ മൂഡൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് മോനെ. ഇന്നലെ ഞാൻ നല്ല കിടന്നുറങ്ങി. രാത്രി അങ്ങനെ വെളുപ്പിന് വരെ ഇരുന്നുമില്ല. സാറിന് എപ്പോഴും 4-4:30 കിടക്കുന്നത് രാത്രി. പക്ഷെ ഇന്നലെ ഞാൻ നേരത്തെ കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കിടന്നുറങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഇന്നലെ നമ്മൾ ഗോൾഡിന് ഷോപ്പിൽ പോകാൻ പറ്റില്ലല്ലോ. അതിനൊന്ന് പോയിട്ട് വരാം. അമ്മയച്ഛനും എപ്പോഴത്തേം പോലെ വീട്ടിലില്ല. ഞാൻ എഴുന്നേക്കുമ്പോൾ കാണാറുമില്ല ഇവരൊന്നും. വൈകുന്നേരം ആകുമ്പോൾ ഇവരെ കാണും. അവനും കഴിക്കാൻ വേണം. വീട്ടിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മുട്ട ഇരിപ്പണം, മുട്ട ഉണ്ടാകണം. 15 മുട്ട കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഗോൾഡ് മേടിക്കാൻ പോകണോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ പാത്രവും കഴിയേണ്ടി വരും, എന്നിട്ടല്ലേ മുട്ട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഇവനെ വെള്ളയിൽ നിന്ന് വിളിക്കാൻ ഞാൻ വേണമെങ്കിൽ. അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉപ്മയാണോ? ഉപ്മ എന്ന് എനിക്ക് വേണ്ട, പണ്ടേ ഇഷ്ടമല്ല. അതിൻ്റെ ഒക്കെ പരിപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കട്ടെ. ഞാൻ മുട്ട മേടിച്ച് വെച്ചിരുന്ന ഇപ്പോൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ പാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണമല്ലോ, അല്ലെങ്കിൽ കുറച്ച് കോരി മാറ്റിയാൽ മതിയോ? എന്താ അച്ഛൻ വന്നോ അവിടെ? അവർക്ക് ഫുഡ് കൊടുത്തായിരുന്നു. അവരെപ്പോൾ നോക്കിയാലും ഇങ്ങനെ വെറുതെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ അപ്പോൾ അവർക്ക് പിന്നെ ഫുഡ് വേണം. ജുബയൊക്കെ ഇട്ടുണ്ട് കടയിൽ പോയിരിക്കുന്നു. ചുമ്മാ അതെ കൊള്ളാം. ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാക്കകളല്ലേ വന്നെല്ലാവരും. ആദ്യമൊക്കെ 1-2 ആയിരുന്നു. ഇപ്പോൾ 10 രൂപ വന്നു. ഞാൻ നിൽക്കുന്നുണ്ടോ രാത്രി വരുന്നുണ്ട്. ചിലപ്പോൾ മുട്ട കഴിക്കുന്നത്. പക്ഷെ മുട്ടയുടെ അറ്റത്തരത്തായിട്ടില്ല, കുറച്ച് ബ്രൗൺ കളർ മുരിഞ്ഞല്ല. എനിക്ക് തോന്നുന്നു ആ ഇരുമ്പ് ഇറങ്ങി വരുന്നതാണോ എന്നൊരു ചെറിയ ഡൗട്ട്. ഞാൻ കഴിക്കട്ടെ. അമ്മ കടയിൽ നിന്ന് വന്നു. ഇപ്പൊ തന്നെ ബിസിയാണ്. എനിക്ക് ഇപ്പൊ അമ്മയ്ക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ ബ്ലോഗ് കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലതൊക്കെ മിസ്സായി പോകും. അപ്പം നമുക്ക് എന്തായാലും ടൗണിൽ പോകാം. വാ, പോയി തിരക്കിട്ട് വരാം. ബിസിയൊക്കെ കഴിഞ്ഞാ ഇപ്പൊ കോളൊക്കെ മാറിയില്ല. അടുത്ത കോള് വിളിക്കാനായിട്ട് വെയിറ്റിംഗ് നിൽക്കുന്നു. ഇപ്പൊ എന്ത് കടയിൽ പോകുന്നില്ല, വെറുതെ ഇരിക്കുവാണല്ലേ? വണ്ടി ഇല്ലാതെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വണ്ടി ആരും കൊണ്ടുപോയി. വണ്ടി കൊച്ചവൻ. നൈസാ. ഇപ്പൊ തന്നെ കിട്ടും. ഇപ്പൊ തന്നെ പോകാൻ പറ്റും. കടയാരനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാ? ഇലക്ട്രീഷ്യൻ വെയിറ്റ് ചെയ്യുന്നു. എന്ത് ഇലക്ട്രീഷ്യൻ? ലൈറ്റ് ഇടുന്നത്. ലൈറ്റ് ഇടാൻ? ഞാൻ ഓർത്ത് വെള്ളം പമ്പ് ചെയ്യുന്നതായിരിക്കും ഇലക്ട്രീഷ്യൻ. ശരിയാണ്. കാലിലൊക്കെ ചെറിയ സംഭവം ഒട്ടുന്ന വണ്ടി ഞാൻ റൂം ക്ലീൻ ആക്കുകയാണ് ഗൈസ്. അവനെ വിളിച്ചു. എന്റെ വണ്ടി കൊണ്ടുവരുമെന്ന് തിരക്കിലാണ്. ഞാൻ കാണുന്നില്ല ഞാൻ വീഡിയോയിലേക്ക് ചെയ്യുന്നത്. അമ്മയ്ക്ക് പണിക്ക് സമയമില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതണ്ട. ഞാൻ വീടൊക്കെ തൂക്കുന്നത്. അമ്മയ്ക്ക് ഒന്നും ഇല്ല. ഇതോടെ വേറെ പണിയുണ്ടോ? വേറെ പൈസക്ക് പണിയൊന്നും എന്ത് ഞാൻ പണിയെടുക്കാൻ വെറുതെ ഇരിക്കുമല്ലോ. ഉറക്കമുളച്ച് ചെയ്യുന്നത് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ തൂത്ത് തരുന്നുണ്ടല്ലേ അമ്മക്ക്? അതിനും കംപ്ലൈന്റ്? എന്ത് എല്ലാത്തിനും കംപ്ലൈന്റ്? അതൊക്കെ അത്രേ ഉള്ളു. ഞാൻ എന്തൊക്കെയാണ് കിടക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. എന്തായാലും എന്തൊക്കെ വൃത്തിയായെന്ന് തോന്നുന്നു. ഇത് മുടിയാണ് അതിനകത്ത്. പോവാണോ? എന്തിനു വരാ? എന്തിന്? എനിക്ക് ജിമ്മിൽ പോണോ വൈകുന്നേരം? ജിമ്മിൽ പോവാൻ വരാൻ പറ്റുന്ന അറിയില്ല. അമ്മ ജിമ്മിൽ പോയാ എത്ര ഇന്നലെ ഞായറാഴ്ചയാണ് പോയില്ല. ഇപ്പൊ എവിടെ വരാൻ? ഞാൻ ആൾക്കാർ വരുന്ന ടൈമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരണ്ടെന്ന് പറയും. ഏമ്പി ഇങ്ങോട്ട് വന്നേ. പക്ഷെ പെട്ടെന്ന് നടന്നു. സ്ലോ മോഷൻ ഒന്നും അല്ലല്ലേ. ഒരു കടയിൽ പോണമ്മ. എന്ത് കടയിലെന്നാ? കടയറിഞ്ഞാലേ വരത്തുള്ള. മുണ്ടക്കൽ ശേഖരൻ തമ്മയിലൊന്നും ഉണ്ടാക്കാൻ ഇപ്പൊ എന്റെ സമയമില്ല. ഇപ്പൊ നീ കടയിലോട്ട് വരുന്നുണ്ടോ ഇല്ലെന്ന് ചോദിക്കുക. വേറെ ഏതെങ്കിലും ടെസ്റ്റ് ഇട്ട് പെട്ടെന്ന് വാ. കുളിച്ച് പിന്നെ അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാം. അത് മേടിക്കാൻ പോകുന്നത് എന്ത് സർപ്രൈസ് എന്ന് അറിയത്തില്ല. നമ്മൾ മേടിക്കാൻ പോകുന്നുണ്ടെന്നുള്ള തോട്ടൊരു സർപ്രൈസ് ആകട്ടെ. ആശു എന്തിനാ എടുക്കുന്നത്? അത് നിറഞ്ഞടക്കുമല്ലേ. അതിനിപ്പം എടുത്തിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലേ. ആ ചെരുപ്പൊന്ന് ഒട്ടിക്ക്. ഇത് 2ാമത്തെ ക്രോക്സ് അറിയാം. ആദ്യത്തെ ക്രോക്സ് കള്ളനെൻ്റെ ട്രെയിനിൽ നിന്ന് പൊക്കണ്ടുപോയി. എന്നിട്ട് അവൻ വേറൊരു ഫേക്ക് ക്രോക്സ് അവിടെ ഇട്ടിട്ട് പോയി. അവന്റെ കാല് ചെറുതാ. അവൻ എന്നെ ചെറിയ ക്രോക്സ് അവിടെ വെച്ചെന്ന് അറിയത്തില്ല. ആ ക്രോക്സ് എന്റെ കാല് കയറുന്നില്ലായിരുന്നു. അപ്പൊ ഇത്രയും വലിയ ക്രോക്സ് എന്ത് ചെയ്യാനാണ്? പൊട്ടൻ, ലോക പൊട്ടൻ. എന്തിനായിരിക്കും പിന്നെ സ്വർണ്ണക്കാട് സ്വർണ്ണം എടുക്കാറില്ല ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നത്? നിനക്കാര് മേടിക്കുന്നത്? ഏത് കടയാ? നിനക്ക് മേടിക്കാനല്ല കൊണ്ടുവന്നത് ഇവിടെ. അതിമോഹമാണ് മോനെ, അതിമോഹം. നീ കിട്ടാൻ താല്പര്യപ്പെട്ടിരുന്നാ മതി. ഈ നെക്ലസ് ചോദിക്കും. ഒരു 2 ലക്ഷം. നിനക്കല്ല. നിനക്കല്ല കേട്ടോ.
ഫുൾ സെറ്റ് വരുന്നത് എന്താണ് ഇത്? നീ എന്ത് വേറെ പരിപാടി അമ്മ അന്ന് നോക്കിയതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ല. നല്ല കാര്യം. അതെനിക്ക് തോന്നുന്നു മറ്റേ ഈ നടുക്കായിട്ടുള്ള മാത്രമുള്ളതാണ്. ഇത് കാണാൻ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ബഡ്ജറ്റ് കൂടുതല. നടുക്കത്തെ പച്ച എമറൽഡാണ്, ഒരു സ്റ്റോണാണ്. വേറെ സ്റ്റോണ്. ഇത് 264. രണ്ടിനകത്തിരിക്കാൻ വന്നതാണ് ഞാൻ. ഈ 260 ഞാൻ ഈ മാസം തന്നെ ഒപ്പിക്കേണ്ടി വരും. വേറെ കാര്യം. ആൾക്കാർ പെട്ടെന്ന് അടിച്ച് കൊള്ളാവോ? കൊള്ളാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര കൊള്ളാവോ? അതൊക്കെ ഇത് കാണാൻ കൊള്ളാം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിന് മറ്റേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാട്ടിൽ 80,000 രൂപ ഉള്ളതാണ്. അതിന് എവിടെ നിന്നുണ്ടാകും അറിയത്തില്ല. എന്തായാലും കുറച്ചുകൂടി കയറ്റം നോക്കാം. ഇതും കൊള്ളാം കേട്ടോ, പല പല കളറുള്ളതുകൊണ്ട് കൊള്ളാം. ഇത് കഴുത്തിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും, ഇത് കുറച്ച് നീണ്ടു കിടക്കും കഴുത്തിൽ. നീയാണോ സെലക്ട് ചെയ്യുന്നത്? സ്വന്തം എടുക്കും വിചാരിച്ചു. ഇത് രണ്ടും മേടിക്കാനുള്ള വെച്ചിട്ടില്ലേ? ഈ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കാണാൻ നല്ല ലുക്കാണ്. പക്ഷെ ഇതിൻ്റെ പൊക്കത്തോട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ടായിരിക്കുന്നത്. ഇതിൽ രണ്ടെണ്ണത്തെ ഏതെങ്കിലും വരണം. എങ്ങനെ എടുക്കുമെന്ന് എന്തായാലും നമുക്ക് നോക്കാം. എടാ നീ എന്നോ ഫുള്ളും ബില്ലാക്കി മേടിക്കുന്ന കണക്കായിരുന്നല്ലേ? തോന്നാൻ പാടില്ല, നമ്മൾ കട ഫുള്ളും മേടിക്കുന്നുള്ള ഇതിൽ നിൽക്കണം. വെള്ളം അവർ പോട്ടെ, അവരെ ഫുൾ തിരക്കായിരുന്നു. പ്രൈസ് തിരക്കിയിട്ട് പറ്റത് കുറച്ച് ദിവസം കേട്ട് വരായിരുന്നേ. ഈ കയ്യിലെനിക്കിപ്പോൾ ഫുൾ ബില്ലെടുത്ത് തന്നേ. ക്ലീനൊക്കെ നമ്മുടെ ക്രീമോ എന്തെങ്കിലുമൊക്കെ തട്ടിയാലും ഫെയ്ഡാവുന്നതാണ്. നോർമലി വെള്ളി ഫെയ്ഡാവുന്നതാണ്. അതുപോലെ വരുന്നത് ക്ലീൻ ചെയ്താൽ വെളുത്ത് വരും. ക്ലീൻ ചെയ്താൽ മതിയാ? ക്ലീൻ ചെയ്താൽ മതി. ആ വെള്ള വേറെ എടുക്കാണ്ട് വല്ല പേരിലാണ് ക്ലീൻ എന്ന് പറയുന്നത്. ആണ് ചെന്തോ മേടിച്ചത്. മലപ്പുറം കത്തി അമ്പും മില്ലും കഴിഞ്ഞിട്ട് മേടിച്ചെന്ന് നോക്കട്ടെ. ഫുൾ ഡയമണ്ട് ആണ്, വെറും 100 രൂപയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഇട്ടേക്കാൻ ഞാൻ. നീ 2 മേടിച്ചിരിക്കുമല്ലേ പുറമേട്ട്? എനിക്ക് വേണ്ടി മേടിച്ചതാണ്, വേണമെങ്കിൽ സ്വന്തമായിട്ട് മേടിക്കണമായിരുന്നു. ഇവിടെ രണ്ടിനകത്തും വല്ലതും വന്ന് മേടിക്കാൻ നോക്കാൻ പോയതാ. നീ ഒറ്റയ്ക്ക് 250 ലെവലെത്തിയിട്ട് ഞാൻ ഇത് ഇവിടെ നിന്നുണ്ടാക്കാനേ. ഇത് പറയാത്തത്. ഓ തിരിച്ച കിടക്കേണ്ടത്. ആ ഫംഗസ് പിടിച്ച ഇതിനകത്തിലുണ്ട് കേട്ടോ, അത് സ്വന്തം കൈ വെച്ചാൽ മതി. അതെനിക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഫംഗസായി. കുറച്ച് വലിപ്പം ഉണ്ടെങ്കിലും നല്ല രസമുണ്ട്. അതങ്ങനെ നീയാണോ ബാക്കി വരുന്നത്? ഒരു 2 എത്രയാണെന്ന് പറഞ്ഞ ബാക്കി നീ തരുക? അല്ല, ഞാൻ ഇതിന്റെ കൊടുത്തല്ലേ. ഇതിന്റെ 250 രൂപ ബാക്കി? ബാക്കി കൊടുത്തോ. 250 രൂപ പറഞ്ഞ് ഞാൻ കൊടുത്ത്. അതിനോട് 250 രൂപ പറഞ്ഞ് ഒരു 0 കൂടുതലെന്നേ ഉള്ളൂ, 0-ത്തിന് വിലയില്ല. ഇതുകൊണ്ടേ വില വിളിക്കാത്ത 2 തീർത്തേട്ട് 2.5 കൂടെ നിർത്തി. ആരെങ്കിലും പറഞ്ഞു വിളിക്കാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതെങ്ങനെ ഉണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. ഇതിന് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇതിടാം. വരിപ്പോക്കെ അമ്മയ്ക്ക് കടയിൽ മറ്റേ ഫ്ലോറിംഗ് ചെയ്തിട്ട് കൊടുക്കണ്ടേ? അത് രാത്രി വരാനാ പറഞ്ഞത്. അതിനൊന്നും സമയമില്ല എനിക്ക്. അവിടോട്ട് പോയത് ഫ്ലോർ കട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവിടെ ബാക്കി കിടക്കുന്ന സ്ഥലം. ഫ്ലോറ് നടക്കാത്ത എന്താണ്? നടക്കും. ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാം. സാധനമൊക്കെ പിന്നെ മാറ്റിയാൽ മതി. കട്ട് ചെയ്തിട്ട് സാധനം മാറ്റിയിട്ട് പിന്നെ ഇടാന്നാ പറഞ്ഞത്. വൈകിട്ട് വരാൻ എനിക്ക് ജിമ്മുണ്ടമ്മേ. സാധനം കാലിയാക്കി പുറത്തിറക്കാം, എന്നിട്ട് അളവ് പിടിച്ച് നമുക്ക് ചെയ്യാം. രാത്രി ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഇപ്പൊ ആൾക്കാർ വരുന്ന ടൈമാണ്, ഇപ്പൊ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ വരത്തില്ല കേട്ടോ. ഞാൻ ഇപ്പൊ എങ്ങനെ നടക്കൂടാ? പെട്ടെന്ന് കട്ട് കിട്ടേക്കാം. അത് തുടക്കണോടെ പോലെ അവന്റെ ഭാഗം തുടക്കാതെ ചെയ്യാൻ പറ്റില്ല. സാധനം ഇറക്കി വെച്ചു എന്റെ സാഫി ചെയ്യണം താഴെ. ഇപ്പൊ ചെയ്യാനാണോ? ചെയ്തോ അമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞ നേരത്തെ? അപ്പൊ ചെയ്തോ, പക്ഷെ ഇച്ചിരി പാടുണ്ട്. ആൾക്കാർ വന്ന കച്ചവടം പോയി. കൊള്ളാം. ഇതിപ്പോ എന്തായാലും വീട്ടിൽ തന്നെ പോകട്ടെ. ഒടുക്കത്തെ കസ്റ്റമറിനെ തിരക്കാം ഇവിടെ ഇന്ന് പറ്റത്തില്ല. ഇപ്പോഴത്തേക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. ആ പിള്ളേർ മറ്റേ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ജെർസിക്ക് വന്ന, അവർ വന്നാൽ അറിയത്തില്ല. ഞാനിപ്പോൾ കുറച്ച് നേരം ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നേ ഉള്ളല്ലോ. കഴിഞ്ഞ് ഉറങ്ങി കിടക്കുമായിരുന്നു. എൻ്റെ ഉറക്കം ഇപ്പോഴും ചെറുതായിട്ട് ഉറങ്ങിപ്പോയിരുന്നു. ചെറുതായിട്ട് റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പിള്ളേർ വന്നു തോന്നുന്നു. അനിയൻ വന്ന് വിളിച്ചെന്നെ. നോക്കിയിട്ട് വരാം. അവർക്ക് എന്നെ പ്ലേ ബട്ടൺ കാണാം. പ്ലേ ബട്ടൺ ഒന്ന് കാണിച്ചേക്കാം. ആദ്യമായിട്ട് കാണുന്നു.
ജേഴ്സി അടിക്കാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ഇവിടെ ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് സ്പോൺസർ ചെയ്യുന്ന നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതാണ്. നമ്മൾ ബിഗ് ഫാനാണ്. പിന്നെ നമ്മൾ അവനും കൂടി കാണിച്ചു കൊടുത്തു. അവനും കൂടി സ്പോൺസർ കൊള്ളാം. അതിപ്പോ കൂടി പോകുന്നു വാക്കെല്ലാം കേട്ടു പോകുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ്സിൽ പറയൂ. ഇപ്പൊ ഓൾറെഡി കുറച്ച് പൈസ നീ ചെയ്തില്ലേ? പിരിവിട്ട് 5 പേരുടെ പൈസ സെറ്റാക്കി. ഇനി നമുക്ക് 2100 വേണം. അപേക്ഷിക്ക ഞാനെന്തായാലും ഞാൻ ഇങ്ങനെ പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതാ അതിൻ്റെ കാര്യം. ആ കമൻറ്റ് വായിച്ചാൽ അറിയാം. ഈ വീഡിയോ നാളത്തേക്ക് ഇടാം. നാളെ എന്ത് പറയുന്നത് അതനുസരിച്ച് ചെയ്യാൻ വന്നാൽ മതിയാ. ഇവർക്കെൻ്റെ പി സി കാണായിരുന്നു. പി സിക്ക് വരാൻ ഇപ്പോൾ ഗ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. 16 കൊള്ളാം. വലിഞ്ഞു പിടിച്ചാൽ മതി. എത്രയായി? 36. ക്രെഡിറ്റ്സ് കുഴപ്പമില്ല. അവനും 29 വരുന്നുണ്ട്. ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ആദരം ഞാൻ കുറേ നാളായി കഴിഞ്ഞിട്ട്. 72. അപ്പോൾ അവർ ഗൈസ് പോയിട്ടുണ്ട്. അവർക്ക് ഏകദേശം 2100 രൂപ എങ്ങാണ്ട് വേണം. എൻ്റെ കയ്യിൽ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ പിള്ളേരാണ്, അവർക്ക് ജേഴ്സി വേണം. എനിക്കറിയാം ഞാൻ പിന്നെ എനിക്ക് ചെയ്താൽ ശരിയാകത്തില്ലെന്ന്. ഇത് ലാസ്റ്റ്, ഇത് കഴിഞ്ഞിട്ട് എന്നിട്ടും ചെയ്യത്തില്ല. ഇത് ഫൈനലാണ്. പിന്നെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കട്ടെ. ബാങ്കിന് സെർവർ ഡൗൺ ആണല്ല, പൈസ നോക്കാൻ പറ്റുന്നില്ല. കൊള്ളാം. അപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോകട്ടെ. ഞാൻ 3 ദിവസം 2 ദിവസം മുമ്പേ കണ്ടായിരുന്നു ഞാൻ മസിലപ്പ് ചെയ്തത്. അത് ഒരു പ്രാവശ്യം ചെയ്തുള്ളൂ. ഇനിയും പറ്റുമോ പറ്റത്തില്ലെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. പിന്നെ ബാക്കി എക്സസൈസും ചെയ്യണം. ഇന്നെല്ലാം ജിമ്മില്ലായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് എനിക്ക് പോകാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പോയി. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ലേ, ഇപ്പം കാർണിവൽഡായിട്ട് 85 ദിവസമായി. 100 ദിവസത്തേക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 100 ദിവസം ആയിക്കോട്ടൊന്ന് ഹാർട്ട് ചെക്ക് ചെയ്യും. ഹാർട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലോക്കേജ് അങ്ങനെ വല്ലതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം വെറുതെ. എന്താ ചെക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് പേര് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്ക്. അതിൻ്റെ എത്ര രൂപയാണെന്ന് കമൻറ്റിൽ പറഞ്ഞേക്ക്. ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം നോക്കിക്കല്ല ഇത്ര കഴിക്കുന്നതുകൊണ്ട് ഹാർട്ടിന് വരാൻ പറ്റിയോ? അല്ല എനിക്ക് പേടിയൊന്നുമില്ല. ഇത് ഡേ 85 ഓഫ് 100 ഡേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ആണ്. ഞാൻ ഈ ചാലഞ്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഏകദേശം 89 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ 82 ആയി. എൻ്റെ ഒബ്ലിക്സ് വരെ കാണാൻ ദൈവമേ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് മസിലപ്പ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അതുകൊണ്ട് അതിന്റെ കോൺഫിഡൻസ് പിന്നെയും ചെയ്യാൻ നോക്കിയതാണ്. 3 ദിവസം കഴിഞ്ഞ് പറ്റിയില്ല. ഇതായിക്കോളും കുറച്ച് ദിവസം കഴിഞ്ഞ്, ടെൻഷൻ അടിക്കണ്ട. അടുത്ത നമ്മുടെ 70 kg മിലിറ്ററി പ്രസ് ആണ്. ഇത് ക്വൈറ്റ് ഹെവി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബോഡിക്ക് ഒരു ഷോക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ 50 കിലോയുടെ വെയിറ്റ് പുള്ളപ്പ് ചെയ്ത്. ഇത് ഫസ്റ്റ് റെപ്പ് മാത്രം വേണമെങ്കിൽ ഒരു 1/2 റെപ്പ് എന്ന് പറയാം. ബാക്കി പിന്നെ പോയില്ല. അടുത്ത നമ്മുടെ ലാറ്ററൽ റേസ് ആണ്. 20 kg ഉണ്ട്. വെയിറ്റ് കുറയുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഇല്ല. അതിന്റെ സൈഡിലായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ബെഞ്ച് പ്രസ് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് 55 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ബൈസെപ്പ് കേൾസ് ചെയ്തേക്കാന്ന്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും പട്ടിഷോ അല്ല അതിനൊന്നും. ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. മസിലപ്പ് ആയില്ല, ഓൾമോസ്റ്റ് ആയത് പോലെ ഇല്ലാതായി. കുഴപ്പമില്ല, 1-2 ദിവസം ആയിക്കോളൂ. എന്റെ വണ്ടി എവിടെ? അവരെടുത്തോണ്ട് പോയാ? സ്റ്റാർബക്സ് വീഡിയോക്കകത്തില്ലേ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ വോളണ്ടിയർലി ഫുൾ കൺസെൻ്റ് ആയിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോക്കകത്ത് വരാൻ ഒരു കുഴപ്പമില്ലാണ്. അവരെന്നെ സ്വന്തമായിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോൾ അവരെനിക്ക് മെയിൽ അയക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാമെന്ന്. അതും വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കോൺട്രാക്ട് കാണും, വേറെ അത് കാണും, ഇത് കാണും. അപ്പോൾ വെറുതെ എടുത്ത് എനിക്കൊന്നും കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വരാതിരിക്കുക. വന്ന് കഴിഞ്ഞിട്ട് പിന്നെ മുറിച്ച് കളയാനൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിലവർ അടുത്ത പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൂടി ഞാൻ പറയുക. എന്തായാലും ഇപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്ത് തരാം. ആർക്കാണെന്ന് വെച്ചാൽ അവർ ചോദിച്ചല്ലേ, കുഴപ്പമില്ല. ഇതിപ്പോൾ എന്തായാലും അധികം മാറ്റിയിട്ടുണ്ട് അവരുടെ. ഇതിനകത്തെന്ന് വെച്ചാൽ മാനേജേഴ്സ് ഇടയ്ക്കുണ്ട്, കോൺട്രാക്ട് ഉണ്ട്. വെറുതെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. എൻ്റെ ചാനലെന്ന് പറഞ്ഞ് വെറുതെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ ബുദ്ധിമുട്ടുണ്ട്. പൈസ ഇൻവോൾവ് ആണ്, കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഡിസിഷൻ അല്ല അത്. അപ്പം അത് ഇതിനു മുമ്പ് ഒരു ഡോക്ടറിൻ്റെ ഒരു കേസിൽ ഇങ്ങനെയും ഇത് അവരെന്നെ കൊണ്ട് ആ ഫുൾ വീഡിയോ തന്നെ റിമൂവ് ചെയ്യിപ്പിച്ചായിരുന്നു. അതിനെനിക്ക് പൈസയും ചിലവായതാ, എനിക്ക് തലവേദന അതിന് കുറേ വന്നതാണ്. അപ്പോൾ ഇനി പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ കൺസെൻറ്റ് ചെയ്യാൻ എല്ലാവരും അങ്ങനെ കൺസെൻറ്റ് മേടിക്കുന്നത് വെച്ചാൽ ഇത് വീഡിയോ ആണ്, റെക്കോർഡ് ചെയ്യുവാണ്, നിങ്ങൾക്ക് യൂട്യൂബിലിടും എല്ലാം പറഞ്ഞിട്ട് ചെയ്യാറുള്ള. അല്ല ഞാൻ ആരെങ്കിലും പോയി പറയാനൊന്നും എടുക്കാറൊന്നുമില്ല. ഇനി എന്തെങ്കിലും ആട്ടെ, ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇതെൻ്റെ തലവേദനയായിട്ട് വരും. എനിക്ക് അതിന് ഫുഡ് ഓർഡർ ചെയ്യുവാണ്. എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യമൊന്നുമില്ല, പക്ഷേ വീട്ടിലില്ല. കക്കാർച്ചി ഉണ്ടായിരുന്നു വഴിയിൽ, പക്ഷേ അവിടെ പോയി മേടിക്കാൻ പോയപ്പം അവരുടെ കയ്യിൽ ഗൂഗിൾ പേ എടുക്കത്തില്ല. ഫുഡ് വരുന്നതിന് മുമ്പേ ഒന്ന് കുളിച്ചേക്കാൻ ഞാൻ. ഏതല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വരാം, അതായിരിക്കും കൂടുതൽ നല്ലത്. അനിയനും വരുന്നതെന്ന് പറയുന്നു. അവിടെ ചെയ്യാൻ പെട്ടെന്ന് വന്നേ. എൻ്റെ അക്കൗണ്ടിൽ ഒന്നും പൈസ ഇല്ല കേട്ടോ. ക്രെഡിറ്റ് കാർഡ് എടുത്തില്ലെങ്കിൽ നീ അവിടെ പാത്രം കഴിക്കണം. കഴിക്കുന്നതിന് ഇപ്പോൾ ഓൾറെഡി വയറ് വന്നിരിക്കുമല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ. നിനക്ക് വയറ് കാലിയല്ലേ കഴിക്കുക. ഞാൻ നാളെ അവിടെ കൊള്ളാമെങ്കിൽ നാളെ പോയി കഴിക്കാൻ വേണ്ടി എടുത്തോ. എല്ലാ വെള്ളത്തിൽ ഞാൻ പോയിട്ട് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ഓൺലൈനിൽ നിന്ന്. നീ ഞാൻ പറഞ്ഞപ്പോൾ വേറെ പോകുന്നു. അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
ഇവിടുത്തെ തിരക്കാണല്ലോ ഇവിടെ. കറക്റ്റ് സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ സ്ഥലമാണ്. ഇവിടെ ഇരുന്നാലോ? കാണിടക്കുക എന്തോ കഴിക്കുന്നു? ഞാൻ കഴിക്കുന്നില്ല, വീട്ടിലെനിക്ക് ദോഷമുണ്ട്. ഞാൻ ഓൾറെഡി അവൻ്റെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഞാനാണ് ഇത് വിശന്നിരിക്കുന്നത്. ഒരു കാർഡ് എടുക്കത്തില്ല, അവരുടെ പുതിയതായിട്ട് കട തുടങ്ങിയുള്ളൂ, കാർഡ് ആയിട്ടില്ല. അപ്പോൾ അമ്മേനെ ഇപ്പോൾ വിളിക്കേണ്ടി വരും പൈസ മേടിക്കാൻ. മമ്മി ഒരു കുറച്ച് പൈസ അയക്കുന്നു, കുറേ കാണത്തില്ലല്ലേ? ഏയ് ഹലോ അമൃതേ, ക്രെഡിറ്റ് എടുക്കുന്നില്ല. എന്തെടുക്കാറ്? അങ്ങനെ അത് പറയരുത്. ഒരു $500. ഓ അല്ലല്ല, കുറവാ, അത് കുറവാ. ഒരു $100, അല്ല ഒരു $1000. അമ്മയ്ക്ക് ഈ 1000 കൂട്ടി 4000 രൂപ തരാമോ നാളെ? അമ്മേ ക്രെഡിറ്റ് എടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് യാചിക്കേണ്ടി വരുന്നത് കേട്ടാ. തൽക്കാലത്തേക്ക് താ കേട്ടല്ലോ. ശരി, ഉച്ചയ്ക്ക് ഞാൻ പൈസ എടുത്തായിരുന്നു. ഓ അല്ലെങ്കിൽ അത് കൂട്ടി 4, 5, 6, 6500 രൂപ തരാം പെട്ടെന്നായി. ആ ശരി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വന്ന് അൽഫാം നോർമലാണിത്. 2 പീസ് മേടിച്ചുള്ളൂ. ഇനി 2 പീസ് വേറെ എണ്ണം മേടിക്കുന്നുണ്ട്, അൽഫാം അറബിക്ക എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കഴിച്ച് തീർക്കാം. അവൻ കഴിക്കുന്നില്ല, അവൻ വേറെ വെള്ളം കുടിച്ചിരിക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ ഡിഷും വന്നിരിക്കുകയാണ്. ഇത് ബീഫ് സ്റ്റേക്കും പിന്നെ മാഷ് പൊട്ടർ. ഇതൊന്നും കഴിക്കത്തില്ല, അതൊക്കെ അവൻ കഴിക്കും. ഇനി ഒരു ഡിഷ് വരാണ്, അത് വരട്ടെ. ഇത് കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഏതിപ്പോൾ രണ്ടാമത്തെ ഫുഡും വന്നിട്ടുണ്ട്. ഇതാണ് അറബിക്ക എന്തോ ആണെന്ന് തോന്നുന്നു. അരിക്ക് കഴിച്ചെന്നാലും എൻ്റെ വയറെപ്പോഴും പലതായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല. കഴിയുമല്ലോ ഇത്ര ഫുഡൊക്കെ ദഹിപ്പിക്കാൻ, നിനക്കതില്ല. അപ്പോൾ എന്നാലും നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. iPhone 16 എന്തോ ലോഞ്ച് ആയിട്ടുണ്ട്, അത് ഞാൻ നോക്കട്ടെ. അപ്പോൾ I'll see you guys next time. Till then, take care. Peace.